ഹലോ ഫ്രണ്ട്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ UK വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വാങ്ങിക്കുന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു സേവിങ്. നമ്മളിവിടെ വന്നിട്ടൊരു ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം അപ്പോൾ ഈ ഒരു വീട് വാങ്ങിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോക്കും. അതിൽ ഏറ്റവും വലിയ കൺസിഡറേഷൻ നമ്മൾ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആ സമയത്ത് ഒരു മോർഗേജ് റേറ്റാണ്. അവർ നമുക്ക് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ്. അപ്പോൾ പല ബാങ്കുകൾ പല ഇൻട്രസ്റ്റ് റേറ്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ ഒരു സാലറിയുടെ ക്രെഡിബിലിറ്റിയൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ടാണ് നമുക്കൊരു മോർഗേജ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഫിനാൻഷ്യൽ പോളിസി കമ്മിറ്റി FPC പുറത്തുവിട്ടൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടാണ് ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി വീട് വാങ്ങിച്ചവരെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വീട് വാങ്ങിച്ചവർക്ക് സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ആ ഒരു റിപ്പോർട്ട് വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ ഒരു സാര ചുരുക്കം ഞാൻ ജസ്റ്റ് വായിച്ച് കേൾപ്പിക്കാം. About 3 million UK households are still set to witness hikes in their mortgage repayment over the next 2 years, the Bank of England said. And the bank's Financial Policy Committee FPC said this will include very large increase of more than 50% of mortgage of around 4 lakhs households. അപ്പോൾ അവർ പറയുന്നത് ഏകദേശം 3 ദശലക്ഷം അല്ലെങ്കിൽ 3 മില്യൺ UK കുടുംബങ്ങൾക്ക് അടുത്ത 2 വർഷത്തിനുള്ളിൽ മോർഗേജ് റീപേയ്മെൻറ്റ് ഉള്ള വർധനവ് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം അടുത്ത 2 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ 3 ദശലക്ഷം എന്ന് വെച്ചാൽ 3 മില്യൺ ഓണേഴ്സിനാണ് ഈ ഒരു വർധനവ് വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 5.25 നിൽക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് 6% മുകളിൽ വന്നായിരുന്നു. അത് ഇപ്പോൾ കുറഞ്ഞ് 5.25% നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു 2022 മുതലാണ് ഈ ഒരു മോർഗേജ് കൂടാൻ തുടങ്ങിയത്. മോർഗേജ് റേറ്റിലുള്ള വലിയൊരു വർധനവ്, വലിയൊരു ഹൈക്ക് വന്നു തുടങ്ങിയത് നമ്മുടെ 2022 മുതലാണ്. 2022 മുമ്പിൽ വീടെടുത്ത നമ്മുടെ പല ആളുകളും മോർഗേജ് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത് 2%, 3%, ബിലോ 3% ആണ്. 1.5 to 3% റേറ്റിലായിരുന്നു ആ ഒരു മോർഗേജ് റേറ്റ് 2022 മുമ്പ്. 1.5 to 3% റേഞ്ചിലായിരുന്നു. അപ്പം ഏകദേശം 35% ഓഫ് ഹോം ഓണേഴ്സ് 2022 മുമ്പുള്ളവർ, ഏകദേശം 35% ഹോം ഓണേഴ്സും ഇപ്പോഴും ഏകദേശം 3 മില്യൺ അടുത്ത് ആളുകളാണ് ഇപ്പോഴും 3%-ന് താഴെ മോർഗേജ് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കെല്ലാം ഈ ഒരു ഫിക്സഡ് റേറ്റ് മോർഗേജ് എടുത്തവർക്ക് ഈ ഒരു മോർഗേജ് റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ അവർ അത് റിവ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോർഗേജ് റിവൈസ് ചെയ്യുമ്പോൾ ഏകദേശം അവർക്ക് വലിയൊരു ഹൈക്കാണ് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു മോർഗേജ് റേറ്റിലേക്ക് അവർ വീണ്ടും ഇപ്പോഴത്തെ ഒരു മോർഗേജ് റേറ്റിലേക്കാണ് അവർ വരുന്നത്. ഇനിയും ഇപ്പോൾ 5.25 നമ്മുടെ മോർഗേജ് റേറ്റ് നിൽക്കുന്നത്. ഏകദേശം 7 കോൺസിക്യൂട്ടീവ് മന്തായിട്ട് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ ഒരു റേറ്റ് അവർ കുറയ്ക്കാതെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ വരുന്ന ഓഗസ്റ്റിൽ കുറച്ചുകൂടെ കുറയുമെന്നൊക്കെയാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഓക്കെ, നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം. നമ്മൾ മെയിനായിട്ട് ഞാൻ പറയുന്നത്, കറൻ്റ്ലി 35% അല്ലെങ്കിൽ 3 മില്യൺസ് ഓഫ് ഹൗസ് ഓണേഴ്സ് ഇപ്പോഴും ബിലോ 3% മോർഗേജ് റേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്കെല്ലാം ഈ ഒരു റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോർഗേജ് റേറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിക്സഡ് റേറ്റ് മോർഗേജ് അവർ ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വരുന്ന 2026 അവർക്കെല്ലാം ഒരു വലിയൊരു ഹൈക്കാണ് നമ്മുടെ, അല്ലെങ്കിൽ പുതിയൊരു മോർഗേജ് റേറ്റിലേക്കാണ് അവർ പോകുന്നത്. വലിയൊരു ഫേസ് ജമ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് ജമ്പ് കാരണം അവർക്ക് ഏകദേശം മന്ത്ലി 180 പൗണ്ടിന് മുകളിലാണ് മന്ത്ലി ഒരു തിരിച്ചടവ് വർധനവ് അവർക്ക് വരുന്നത്. അപ്പം ഏകദേശം 4 ലക്ഷം ഫാമിലീസിന് മോർഗേജ് 50%-ലധികം, ഏകദേശം ഇരട്ടിയാകുമെന്ന് തന്നെയാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 4 ലക്ഷം ഫാമിലീസ് 50%-ലധികം മോർഗേജ് അവർക്ക് കൂടുമെന്നും ഏകദേശം 3 മില്യൺ പീപ്പിൾ, 35% ഓഫ് 3 മില്യൺ പീപ്പിൾ ബിലോ 3%-ൽ അടയ്ക്കുന്നവർക്ക് അവർ റീമോർഗേജ് ചെയ്യുമ്പോൾ 2026 മുമ്പ് തന്നെ അവർക്ക് അവരുടെ മോർഗേജ്
പുതിയ റേറ്റിലേക്ക് മാറുമെന്ന് ഇരട്ടിയാവുമെന്നാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പുറത്തുവിട്ടിരിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇതിൽ പുറത്ത് വന്നിരിക്കുന്നത്. വാർത്ത ഇന്നലെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇത് വളരെ അധികം ആളുകളൊന്നും ശ്രദ്ധിച്ചു കാണില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വാർത്ത, ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ നമ്മളെ ഓരോ വീട് വാങ്ങിച്ചവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. ഇത്രയും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹൈക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു തിരിച്ചടവിൽ വളരെ വലിയൊരു വർധനമാണ് നമുക്ക് വരാൻ പോകുന്നത്. എങ്കിലും പുതിയ വീട് വാങ്ങിക്കുന്നവരെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ 6% മുകളിൽ വന്നിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 5.25% നിൽപ്പുണ്ട്. ഇപ്പം ബാർക്ലേസ് പല ബാങ്കുകൾ ഉൾപ്പെടെ 5.25% താഴെയൊക്കെ മോർഗേജ് ഇൻട്രസ്റ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും ഇതുവരെ പക്ഷേ ഈ ഒരു ഏജ് കോൺസിക്യൂട്ടീവ് മന്തായിട്ട് ഇത് ഒരു കണ്ടിന്യൂസ് ലെവലിൽ തന്നെ പോവുകയാണ്. ഇത് കോൺസ്റ്റന്റ് ലെവലിൽ തന്നെ പോവുകയാണ്. ഇത് പക്ഷേ ഓഗസ്റ്റിൽ അവർ റിവ്യൂ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കുറയാൻ ചാൻസ് ഉണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത്. സോ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഇത്രയും ഫാമിലീസ്, 3 മില്യൺ ഫാമിലീസിനാണ് ഇതൊരു എഫക്ട് ചെയ്യുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. വീഡിയോ കാണുന്നവർ ഈ ഒരു വാർത്ത ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.